ഒരു വശത്ത് തിരമാലകൾ അടിക്കുന്ന ശാന്തമായിട്ടുള്ള ബീച്ചുകളാണെങ്കിൽ മറ്റൊരു വശത്ത് ഭക്തി നിറഞ്ഞ ക്ഷേത്രവഴികൾ. ഈ ചെറിയ പട്ടണത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം ഇവ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ്. കർണാടകയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊച്ചു സ്വർഗം. അതാണ് ഗോകർണ. ഗോകർണ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഓർമ്മ വരുന്നത് മനോഹരമായ ബീച്ചുകളാണ്. എന്നാൽ മറ്റു ചിലർക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാബലേശ്വർ ക്ഷേത്രവും ക്ഷേത്രത്തിന് പരിസരത്തുള്ള ഗ്രാമവീഥികളുമായിരിക്കും. കർണാടകയുടെ സാധാരണ ഫ്രെയിമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. ബീച്ച് ട്രെക്കിങ്ങുകൾക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ് ഗോകർണ. ഗോകർണ ട്രിപ്പിന്റെ ആദ്യ ദിവസത്തെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മഹാബലേശ്വർ എന്ന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഗോകർണ എന്ന് പറയുന്ന ഈ ചെറിയ ടൗൺ വളർന്നു വന്നിരിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് മഹാബലേശ്വർ. ശിവഭക്തർക്ക് ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിൽ ഒന്നായിട്ട് തന്നെ ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ശിവരാത്രിയോടടുത്തുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിരുന്നത്. ഗോകർണയിൽ എത്തിയ ഉടൻ ഞങ്ങൾ കണ്ട കാഴ്ച ഇതായിരുന്നു. നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ രഥങ്ങളൊക്കെ ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. റോഡ് സൈഡിലാണെങ്കിൽ രുദ്രാക്ഷമാലകളും ശംഖുകളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഗോകർണ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഗ്രാമവീഥികളും മഹാബലേശ്വർ ക്ഷേത്രമൊക്കെ ഉള്ളത്. വളരെ ഇടുങ്ങിയ തരത്തിലുള്ള വഴികളാണ് ഇവിടെയുള്ളത്. കഷ്ടിച്ച് ഓട്ടോറിക്ഷകൾക്ക് പോകാനുള്ള ഒരു സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ. ഗോകർണ ബസ് സ്റ്റാൻഡിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഇറക്കങ്ങളും കയറ്റങ്ങളും ഒരുപാടുണ്ട്. ഇതുപോലുള്ള കയറ്റങ്ങളൊക്കെ കയറി മുകളിലെത്തുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ക്ഷീണിക്കും. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവസാനം ഹോട്ടലിലെത്തി. ഗ്രാമത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു ആരുണ്യ റിസോർട്ട് എന്ന ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഈ പരിസരത്ത് ഒരുപാട് ഹോട്ടലുകളും ഹോസ്റ്റലുകളും ഡോർമെട്രികളൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ റൂമിന്റെ ഒരു റൂം ടൂർ കാണാം. റൂമിൽ വന്ന് ഒന്ന് ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ റിസോർട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് കുട്ട്ലെ ബീച്ചിലേക്കുള്ളത്. അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. നടന്നു പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറെ കാഴ്ചകളും കണ്ടിരുന്നു. ഈ പരിസരത്തൊക്കെ ഇതുപോലെ ഉയരം കുറഞ്ഞ ഇനം പശുക്കളാണ് ഉള്ളത്. ആരും ഉപദ്രവിക്കുകയൊന്നും ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇതുപോലെ ഒരുപാട് പശുക്കൂട്ടങ്ങൾ നമുക്കിവിടെ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് സ്റ്റേ ഓപ്ഷനുകളുണ്ട്. ഗോകർണയിലെ ഈ വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഇടയിലൊക്കെ ഗോവൻ വൈബ് ഫീൽ ചെയ്യുന്ന പോലുള്ള ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ വളരെ നിശബ്ദമായി ഒഴിഞ്ഞു കിടക്കുന്ന തരം സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. കടലിൽ കുളിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഒരു സൈഡ് മൊത്തം കാട് പോലെയാണെങ്കിൽ മറ്റേ സ്ഥലത്ത് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന തരം മൈതാനങ്ങളായിരുന്നു. ഈ മൈതാനത്തിന്റെ അറ്റത്ത് പോയി നിന്നാൽ നമുക്ക് കടലിന്റെ ആ ഒരു ക്ലിഫ് വ്യൂ കിട്ടും. ഒരു 4-4:30 ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്നുണ്ടെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ചെത്തിയപ്പോൾ പിന്നെ ഇതുപോലുള്ള വഴികളായിരുന്നു. ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സൈലൻസ് കൂടെ ആയിരുന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമായിരുന്നു കണ്ടിരുന്നത്. അധികം തിരക്കൊന്നുമില്ലാത്ത വളരെ കാമായിട്ടുള്ള ബീച്ചുകളാണ് ഗോകർണയിലേത്. ഹോട്ടലുകളും കഫേകളൊന്നും അല്ലാതെ ആളുകൾ താമസിക്കുന്ന തരത്തിലുള്ള വീടുകളൊന്നും ഞങ്ങൾ ഈ പോകുന്ന വഴിയിലൊന്നും കണ്ടിരുന്നില്ല. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ബീച്ചിലെത്തിച്ചേർന്നു. ഇതാണ് ഗോകർണയിലെ കുട്ട്ലെ ബീച്ച്. ബീച്ച് ട്രക്കിങ്ങുകളുടെ ഫൈനൽ പോയിന്റ് ആണ് ഈ കുട്ട്ലെ ബീച്ച്. ട്രക്കിങ് കഴിഞ്ഞ് ഇവിടുത്തെ ബീച്ചിൽ കുളിച്ച് സൺസെറ്റും ആസ്വദിച്ചാണ് എല്ലാവരും മടങ്ങാറ്. നല്ല ഉറപ്പുള്ള മണ്ണും ആഴം കുറഞ്ഞ ഏരിയയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ സേഫായിട്ട് തന്നെ കടലിലിറങ്ങാം. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നെങ്കിലും വെള്ളത്തിലിറങ്ങി കിട്ടിയപ്പോൾ ആ ചൂടൊക്കെ മാറി. ആഴം വളരെ കുറവായതുകൊണ്ട് നമുക്ക് കടലിലേക്ക് കുറേ ദൂരം ഇറങ്ങി ചെല്ലാൻ പറ്റും. കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, തിരിച്ചു കയറാൻ നല്ല മടിയായിരിക്കും. പിന്നെ ക്യാമറയൊക്കെ ഓഫാക്കി വെച്ച് കുറേ സമയം കടലിൽ തന്നെ കുളിച്ചു. ഇടയ്ക്ക് വിശപ്പ് മാറ്റാനായി തൊട്ടടുത്തുള്ള കഫേയിൽ നിന്ന് ഓരോ ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ കുടിച്ചു.
പിന്നെ വീണ്ടും കടലിലിറങ്ങി സൺസെറ്റ് വരെയും ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. സൺസെറ്റിന്റെ ടൈമൊക്കെ ആയപ്പോഴാണ് അവിടെ കുറച്ചെങ്കിലും ആളുകൾ വന്ന് കൂടിയിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് ആയിരുന്നു കുഡ്ലേ ബീച്ചിൽ നിന്നുള്ളത്. ഇതുപോലെ മനോഹരമായ ബീച്ചുകളിലിരുന്ന് സൂര്യാസ്തമയം കാണുന്നത് ഒരു യാത്രക്കാരന് കിട്ടുന്ന ലളിതമായ ചില സന്തോഷങ്ങളിൽ ഒന്നാണ്. ഇവിടെ വന്ന് ഈ കടലിൽ കുളിച്ച് സൺസെറ്റും ആസ്വദിച്ചു കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയ പോലെയാണ് ഫീൽ ചെയ്തത്. നമ്മൾ യാത്ര ചെയ്തു പോകുന്ന ചില സ്ഥലങ്ങൾ നമ്മളെ ഭയങ്കര ആവേശത്തിലാക്കും, പക്ഷെ ചില സ്ഥലങ്ങൾ നമ്മളെ ഭയങ്കര ശാന്തമാക്കുകയും ചെയ്യും. ഗോകർണ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ്. തിരമാലകളുടെ ശബ്ദവും കടൽക്കാറ്റിന്റെ സ്പർശവും സൂര്യാസ്തമയത്തിന്റെ നിറങ്ങളുമായി ഗോകർണയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം അവസാനിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള യാത്രകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോകർണ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.